ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ രഹസ്യകേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും മൊഴികൾ അറസ്റ്റിൽ നിർണായകമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതിനിർണായക നീക്കം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിലേക്ക് SIT കടന്നത്. ചോദ്യം ചെയ്യലിന് തന്ത്രി കണ്ഠരര് രാജീവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് രാവിലെ 10 മുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തന്ത്രിയെ ചോദ്യം ചെയ്തത്. തന്ത്രി കസ്റ്റഡിയിലെന്ന വാർത്ത 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. ഉച്ചതിരിഞ്ഞ് കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് തന്ത്രിയെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നതിലും സ്വാധീനമുണ്ടാക്കിയതിലും തന്ത്രിക്ക് നിർണായക പങ്കെന്നാണ് SIT കണ്ടെത്തൽ. 2018 മുതൽ ഇരുവരും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും എ പത്മകുമാറിന്റെയും മൊഴികളും തന്ത്രിക്കെതിരായി. തന്ത്രി മുമ്പ് നൽകിയ മൊഴികൾ കളവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും മൊഴികളും SITക്ക് ലഭിച്ചു. ദേവസ്വം ഭരണവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളിൽ തന്ത്രിയെ പരാമർശിക്കുന്നില്ല. ഇതാണ് അന്വേഷണം തന്ത്രിയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായത്. സ്വർണ്ണക്കൊള്ളയിലെ 11ാമത്തെ അറസ്റ്റാണിത്. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആര്? തന്ത്രിയാണോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൂടുതൽ അന്വേഷണത്തിൽ ഇക്കാര്യം പുറത്തുവരും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.